നമസ്കാരം. പ്രധാന വാർത്തകൾ. ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ 4ാം പ്രതിക്ക് വീണ്ടും പരോൾ. ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ കുറ്റവാളിയായ ടി കെ രജീഷിന് വീണ്ടും പരോൾ. 15 ദിവസത്തേക്കാണ് പരോൾ ലഭിച്ചിരിക്കുന്നത്. 5 മാസത്തിനിടെ 2ാമത്തെ പരോളാണ് അനുവദിച്ചിരിക്കുന്നത്. കണ്ണൂർ സെൻട്രൽ ജയിലിലെ തടവുകാരനാണ് ടി കെ രജീഷ്. അതേസമയം സ്വാഭാവിക പരോളാണ് അനുവദിച്ചതെന്നാണ് ജയിൽ വകുപ്പിന്റെ പ്രതികരണം. ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ 4ാം പ്രതിയാണ് ടി കെ രജീഷ്. ഇക്കഴിഞ്ഞ ഒക്ടോബറിൽ താനെയിലെ ആശുപത്രിയിൽ ചികിത്സയ്ക്കാണ് ഇതിനു മുമ്പ് പരോൾ അനുവദിച്ചിരുന്നത്. കുടുംബകലഹത്തെ തുടർന്ന് വീട്ടിലെ 3 പേരെ വെട്ടി പരിക്കേൽപ്പിച്ച ശേഷം കാട്ടിൽ കയറി ഒളിച്ച യുവാവ് കടന്നലിന്റെ കുത്തേറ്റ് പുറത്തു ചാടി. ഇലവുംതട്ട ചന്ദനക്കുന്ന് കുന്നംപള്ളിയിൽ മനോജാണ് ഭാര്യ, മകൻ, ഭാര്യാമാതാവ് എന്നിവരെ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചത്. ബുധനാഴ്ച രാത്രി 10:30 സംഭവം. കൊലപാതക ശ്രമത്തിന് ശേഷം ഇയാൾ സമീപത്തെ നാമക്കുഴി മലയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. കാട്ടിൽ ഒളിച്ചിരുന്ന ഇയാൾക്ക് കടന്നൽ കുത്തേറ്റതോടെ വ്യാഴാഴ്ച വൈകിട്ട് സഹായത്തിനായി മലയിറങ്ങുകയായിരുന്നു. സാരമായി പരിക്കേറ്റ മനോജിനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെട്ടേറ്റ ഭാര്യയും മകനും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വൻ ഹൈബ്രിഡ് കഞ്ചാവ് വേട്ട. 7.5 കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവാണ് DRI പിടികൂടിയത്. 3 കോട്ടയം സ്വദേശികളെ കസ്റ്റഡിയിലെടുത്തു. എയർ അറേബ്യ വിമാനത്തിൽ അബുദാബിയിൽ നിന്നാണ് ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ചത്. അതേസമയം പച്ചക്കറികൾക്കിടയിൽ ഒളിപ്പിച്ചു കടത്തിയ 10 ലക്ഷത്തോളം വില മതിക്കുന്ന പുകയില ഉൽപ്പന്നങ്ങളുമായി കുമളിയിൽ യുവാവ് പിടിയിലായിട്ടുണ്ട്. കാമാക്ഷി പാറക്കടവ് ഇഞ്ചൻതുരുത്തിൽ ബിനീഷ് ദേവാണ് പിടിയിലായത്. രഹസ്യ വിവരത്തെ തുടർന്ന് കുമളി പോലീസും നർക്കോട്ടിക് സെല്ലിലെ ഡാൻസ് ഓഫ് സംഘവും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് വൻ ലഹരി ശേഖരം പിടികൂടിയത്. പാലക്കാട് വാളയാർ അട്ടപ്പള്ളത്ത് ആൾക്കൂട്ടാക്രമണത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളി മർദ്ദനമേറ്റ് കൊല്ലപ്പെട്ട സംഭവത്തിൽ 5 പേർ അറസ്റ്റിൽ. അട്ടപ്പള്ളം സ്വദേശികളായ അനു, പ്രസാദ്, മുരളി, അനന്തൻ, വിപിൻ എന്നിവരാണ് അറസ്റ്റിലായത്. സംഭവത്തിൽ കൂടുതൽ പേർ പ്രതികളാകുമെന്ന് പോലീസ് സൂചിപ്പിച്ചു. ഛത്തീസ്ഗഡ് സ്വദേശിയായ രാംനാരായൺ ഭയ്യ എന്ന 31കാരനാണ് മർദ്ദനമേറ്റ് കൊല്ലപ്പെട്ടത്. റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന രാംനാരായണനെ മോഷ്ടാവെന്ന് സംശയിച്ച് ആൾക്കൂട്ടം തടഞ്ഞുവെക്കുകയും ക്രൂരമായി മർദ്ദിക്കുകയുമായിരുന്നു. ആക്രമണത്തെ തുടർന്ന് രക്തം വാർന്ന 1.5 മണിക്കൂറോളം രാംനാരായണൻ റോഡിൽ കിടന്നു. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ നേരിയ കുറവ്. കഴിഞ്ഞ ദിവസങ്ങളിൽ റെക്കോർഡ് നിരക്കിലേക്ക് ഉയർന്ന വിലയിൽ ഇന്ന് 480 രൂപയുടെ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്ന് ഇടിവുണ്ടായെങ്കിലും പവൻ വില ലക്ഷത്തിലേക്കെത്താൻ അധിക ദൂരമില്ലാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. 2026 ആകുമ്പോഴേക്കും സ്വർണ്ണവില 1 ലക്ഷം കടക്കുമെന്നാണ് പല വിദഗ്ധരുടെയും പ്രവചനം. രൂപയുടെ മൂല്യം ഇടിയുന്നതടക്കമുള്ള വിവിധ ഘടകങ്ങൾ സ്വർണ്ണവിലയുടെ വർധനവിന് ആക്കം കൂട്ടുന്നു. കറൻസിയുടെ മൂല്യം താഴേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും ഇറക്കുമതി ചെയ്യുന്ന സ്വർണത്തിന് വില കൂടും. ഇന്ത്യൻ കറൻസിയുടെ മൂല്യം കുറയുന്നതിനെ പിടിച്ചു നിർത്തുന്നതിനായി ഡോളർ ഓപ്പൺ മാർക്കറ്റിലേക്ക് റിലീസ് ചെയ്തുകൊണ്ട് പരമാവധി ഗോൾഡ് വാങ്ങുന്ന പ്രവണതയും നിലനിൽക്കുന്നുണ്ട്. അത് സ്വർണത്തിന്റെ വില കൂടാൻ കാരണമാകുന്നു.